ഇച്ചായ ഇച്ചായ മോർണിംഗ് ഫ്ലൈറ്റിൽ പോയടാ. ഓ ചേട്ടത്തി മിത്ര എവിടെ? അവള് രാവിലെ തന്നെ വിക്ടറിനെയും തനുവിനെയും പിടിച്ചു നിർത്തി ഉപദേശം കൊടുക്കുന്നത് കണ്ടു. എന്തിന്? എനിക്കറിയില്ല, നീ പോയി നോക്ക്. ഓക്കെ. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ? മനസ്സിലായി. തനു, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായല്ലോ? എനിക്ക് മനസ്സിലായി ചേച്ചി. കല്യാണം കഴിയുന്ന വരെ വിക്ടറും തനുവിന്റെ മുറിയിലോട്ട് കയറി പോകരുത് കേട്ടല്ലോ. അഥവാ കയറുന്നത് വല്ലവും ഞാൻ കണ്ടാൽ പിന്നെ വിക്ടറെ നിനക്ക് തനുവിനെ കെട്ടിച്ചു തരാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇല്ല, ഞാൻ കയറുന്നില്ല ചേച്ചി. എന്നാ ഞാൻ അങ്ങോട്ട് പോ. എന്തുവാ മിത്ര ഇത്? ചുമ്മാ ഇവരെ നിർത്തേണ്ട അടുത്ത് നിർത്തിയില്ലെങ്കിൽ ഇച്ചായൻ ഇന്നലെ പറഞ്ഞ പോലെ തനുവിന്റെ കയ്യിലൊരു കുഞ്ഞുവാവെ കാണേണ്ടി വരും. ലീന, നിനക്ക് കഴിക്കാൻ വല്ലതും വേണോ? എനിക്കൊന്നും വേണ്ട. ഓക്കെ. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനുണ്ടോ? ഒന്നും വാങ്ങാനില്ല ഇച്ചായ. എന്നാൽ ഓക്കെ. ഇച്ചായ, എന്നതാ ലീനെ? വരുമ്പോഴേ ഒരു ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് വരണേ. ഓക്കെ. അതിനെന്താ, ഞാൻ പാടിത്തരാമല്ലോ. നീ ചുംബന ചെമ്പകപ്പൂ വിരിച്ചു, അതിലനുരാഗത്തെ നിറച്ചു, നിന്നെ കാണാതെ കാണാതെ ഞാൻ അലഞ്ഞു, നീ എന്നാത്മാവിനുള്ള മയങ്ങി, പൂവായി നീ കരളിൻ പൂമഴയായി, മധുമാധുരി തേടിയലഞ്ഞൊരു വണ്ടായി ഞാൻ ഉണർന്നു, അന്നാദ്യം പാടിയ ഗാനം സ്വരമർമ്മരമായി. ആരു പറഞ്ഞു, ആരു പറഞ്ഞു, ഞാൻ കണ്ടതൊരാ കനവാണെന്നാരു പറഞ്ഞു, ഏഴു നിറം കൊണ്ടെഴുതിയതെല്ലാം മഴവെള്ള വിരിഞ്ഞതുപോലെന്നാരു പറഞ്ഞു, കളി ചൊല്ലും കുയിലാണോ കുഴൽ ചൊല്ലും കാറ്റാണോ, ആരാണി കള്ളം ചൊല്ലിയതാരാണാവോ, ആരു പറഞ്ഞു, ആരു പറഞ്ഞു, ഞാൻ കണ്ടതൊരാ കനവാണെന്നാരു പറഞ്ഞു. ഞാൻ കേട്ടു. കൊള്ളായിരുന്നു ശ്രീ. വിക്ടർ ആൻഡ് ആരു നിങ്ങളെ താഴെ ചേട്ടത്തി വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ശ്രീ, നീ എന്നെ വിട്ടു പോകുമോ? ഞാൻ എവിടെ പോകാനാ ചായ? ഞാൻ എങ്ങും പോകുന്നില്ല, എന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. പ്രോമിസ് ചെയ്, എന്നെ വിട്ട് എങ്ങും പോകൂലെന്ന്. പ്രോമിസ് ചായ. അല്ല, ഇങ്ങനെ തോന്നാനുള്ള കാരണം എന്താ? എന്തോ എന്റെ മനസ്സ് പറയുക നീ എന്നിൽ നിന്ന് അകന്നു പോകുന്നു എന്ന്. ഞാൻ ഒരിക്കലും ഇച്ചാനെ വിട്ടു പോകില്ല. യു ആർ മൈ മാഫിയ ബോയ്. ഐ ലവ് യു സോ മച്ച് ചായ. ഐ ലവ് യു ടു ശ്രീ. ഡോണ്ട് ലീവ് മീ, ഓക്കേ? ഓക്കേ. അപ്പോ എങ്ങനെയാ പ്ലാൻ? ഫസ്റ്റ് തുടക്കം വിക്ടറിന്റെ വക, ബാക്കിയൊക്കെ നമ്മളുടെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടക്കും. ഓക്കേ. കേക്കൊക്കെ സെറ്റ് ചെയ്തല്ലേ? കേക്കൊക്കെ സെറ്റ് ചെയ്യണം. എന്താ ഒരു സൗണ്ട് കേട്ടത്? പോയി നോക്കാം. ഇവിടെ ആരും ഇല്ലല്ലോ. ഇവിടെ എത്താ ഇരുട്ട്. ശ്രീ, ഇങ്ങോട്ട് വന്നേ. ഞാൻ ദാ വരുന്നു. ഇവിടെ എന്താ എത്ര ഇരുട്ട്? എന്താണോ എന്തോ. ഇച്ചാന്റെ സൗണ്ട് അല്ലായിരുന്നോ കേട്ടത്? ഇച്ചാനിത് അങ്ങോട്ട് പോയി. എന്നെ ഈ റോഡിലോട്ട് വിളിച്ചിട്ട് ഇച്ചാനിത് അങ്ങോട്ട് പോയോ ആവോ? ഓയ് ശ്രീ. Happy birthday to you, my dear cutie girlfriend. Sri, happy 50th love anniversary. Thank you, Jaya, the beautiful wish for me. And same to you, Jaya. ശ്രീ, നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയ ദിവസം മുതൽ എൻ്റെ ഹൃദയത്തിന്
സ്വന്തമായ ഒരു മടുപ്പ് പോലുമില്ല. അതൊക്കെ നിന്റേതാണ്. നീ ഇല്ലാത്ത ഓരോ നിമിഷവും ഞാൻ ജീവിക്കുന്നില്ല. വെറുതെ ശ്വസിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഈ ലോകം മുഴുവൻ എന്നെ എതിർത്തു നിന്നാലും നിന്റെ കൈ മാത്രം എൻ്റെ നെഞ്ചിൽ ഉണ്ടായാൽ ഞാൻ ജീവിക്കുകയാണ്. നീ ഒരിക്കൽ പോ എന്ന് പറഞ്ഞാൽ പോലും എൻ്റെ മനസ്സ് നിന്റെ പിന്നാലെ ഓടും. കാരണം അതിന് വേറൊരു വീട് അറിയില്ല. എൻ്റെ പ്രണയം മനസ്സിലാക്കാൻ വാക്കുകൾ പോരാ. എൻ്റെ കണ്ണുകളിലേക്ക് ഒരിക്കലും നോക്കിയാൽ മതി. നിന്നെ നഷ്ടപ്പെടുമെന്ന ചിന്ത പോലും എൻ്റെ നെഞ്ചിനെ 1000 കഷ്ണങ്ങളാക്കുന്നു. നിന്നെ സ്നേഹിക്കുന്നത് എൻ്റെ ശീലമല്ല, എൻ്റെ ശ്വാസമാണ്. ഈ ജന്മം മുഴുവനും ഒരാഗ്രഹമേ ഉള്ളൂ. നിന്റെ ഈ നെഞ്ചിൽ തലതായ്ച്ച് ഇവൻ എൻ്റേതാണ് എന്ന് നീ ലോകത്തോട് പറയുന്നത് കേൾക്കണം. അതിന് നീ എൻ്റെ കൂടെ ജീവിതകാലം മുഴുവനും ഉണ്ടാകണം. വിൽ യു മാരിഡ് മീ ശ്രീ? എനിക്ക് 100 വട്ടം സമ്മതമാണ്. എൻ്റെ മരണം വരെയും ഞാൻ എൻ്റെ ഇച്ഛായൻ്റെ കൂടെ കാണും. ഇതെൻ്റെ വാക്കാണ്. എല്ലാവരും വന്നു. തനുശ്രീ വിഷ് ചെയ്തു. കേക്ക് മുറിച്ചു. 2 ആഴ്ച കഴിഞ്ഞു. ഇന്ന് വിക്ടറുടെയും തനുശ്രീയുടെയും കല്യാണമാണ്. മിത്ര, പോയി തനുവിനെ വിളിച്ചോണ്ട് വാ. ആ ഇച്ഛായ. കെവിനെ, നീ പോയി വിക്ടറിനെ വിളിച്ചോണ്ട് വാ. ആ ചായ. കുരിശിങ്കൽ തറവാട്ടിലെ അലക്സാണ്ടറിന്റെയും കുന്നിൻപുറം വീട്ടിലെ ട്രീസയുടെയും മകനായ വിക്ടർ അലക്സാണ്ടറിന്റെ, കുന്നത്തെ വീട്ടിലെ ബാലകൃഷ്ണന്റെയും വൃന്ദാവനം വീട്ടിലെ ജനനിയുടെയും മകളായ തനുശ്രീയെ ബാലകൃഷ്ണനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ സമ്മതമാണോ? എനിക്ക് 100 വട്ടം സമ്മതമാണ്. കുന്നത്തെ വീട്ടിലെ ബാലകൃഷ്ണന്റെയും വൃന്ദാവനം വീട്ടിലെ ജനനിയുടെയും മകളായ തനുശ്രീ ബാലകൃഷ്ണന്, കുരിശിങ്കൽ തറവാട്ടിലെ അലക്സാണ്ടറിന്റെയും കുന്നിൻപുറം വീട്ടിലെ ത്രീസയുടെയും മകനായ വിക്ടർ അലക്സാണ്ടറിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതമാണോ? സമ്മതം. உன் கருங்கூந்தல் கொள்ளாகத்தான் எண்ணம் தோன்றும், உன் காதோரம் உரையாடித்தான் ஜென்மம் தீரும், உன் மார்போடு சாயும் அந்த மயக்கம் போதும், என் மனதோடு சேர்த்து வைத்த வலிகள் தீரும், உன் காதல் ஒன்றை தவிர என் கையில் ஒன்றும் இல்லை, அதை தாண்டி ஒன்றுமே இல்லை. பெண்ணே பெண்ணே, நீ இல்லை என்றால் என்னாவே, நெருப்போடு வெந்தே மண்ணாவே. അപ്പൊ അളിയ, ഓൾ ദി ബെസ്റ്റ്. എന്തിനി? ഫസ്റ്റ് നൈറ്റ് ഓക്കെ അല്ലേ? ഓ അങ്ങനെ, താങ്ക് യു. എന്നാ ശരിയടാ. ഇച്ഛായ, ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാട്ടോ. ആ ഓക്കെ. ആ ഹലോ. ആ അതെ, ഞാൻ വിക്ടറാണ്. ഇതാരാ ഈ സംസാരിക്കുന്നത്? ഓ ഓക്കെ. ആ ഞാൻ നാളെ തന്നെ അങ്ങ് വന്നോളാം. ഓക്കെ ഓക്കെ, ശരി എന്നാ. ഇച്ഛായൻ ഇവിടെ ഉണ്ടോ? അവൾ ചുറ്റുപാടും നോക്കിയ വിക്ടർ അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിയ ശേഷം അവൾ പുറത്തിറങ്ങി. ഫ്രഷ് ആകാൻ പോയപ്പോൾ ഡ്രസ്സ് എടുക്കാൻ മറന്നു. ഇച്ഛാൻ വരുന്നതിന് മുമ്പ് ഇന്ന് ഡ്രസ്സ് എടുത്തിടണം. ശ്രീ, നീ ഫ്രഷ് ആയോ? എന്റെ കർത്താവേ, പിന്നെയോ? അയ്യോ ഇച്ഛായൻ. ശ്രീ, ഇച്ഛായ അടുത്തോട്ട് വരരുത്. വരം ഞാൻ. ഇന്ന് ഞാൻ ഫസ്റ്റ് നൈറ്റ് പൊളിക്കും. ഇങ്ങോട്ട് പാടി.
ഡാനിയൽ കൂളാവ് താൻ. എങ്ങനെ ഞാൻ കൂളാകേണ്ടത്? എനിക്ക് നഷ്ടമായില്ലേ അവളെ. ഇനി അവൾ ജീവനോട് ഇരിക്കാൻ പാടില്ല. ഒരാളും ആ കുടുംബത്തിൽ ജീവിച്ചിരിക്കണ്ട. എന്റേത് ആകാത്ത വേറെ ആർക്കും സ്വന്തമാകാൻ ഞാൻ സമ്മതിക്കത്തില്ല. അവസരം കിട്ടും എനിക്ക്. ആ കുടുംബത്തെ വേരോടെ ഇല്ലാതാക്കും ഞാൻ. നിനക്കെന്തെങ്കിലും പദ്ധതിയുണ്ടോ? അതെ, എനിക്ക് പ്ലാൻ ഉണ്ട്. ഓക്കെ, നിന്റെ കൂടെ ഞങ്ങളുണ്ട്. അതെ, ഞങ്ങളുണ്ട്. എനിക്കെൻ്റെ വിക്ടറിനെ നഷ്ടമായി. ഇനി ശരിയാവില്ല. അവളെ ഇല്ലാതാക്കിക്കോ. പിന്നെ വിക്ടർ, അവനെ ചിലപ്പോൾ എനിക്ക് കിട്ടില്ല. അവനെ അങ്ങ് ഇല്ലാതാക്കിക്കോ. The game start now. Wait and see, Mr. Victor Alexander. I'm coming.